ഹായ് ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ബോൾസം പ്ലാന്റിൻ്റെ സീഡാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ബോൾസം പ്ലാന്റ്സിൽ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ സീഡെല്ലാം വരുന്നുണ്ട്. ഇതുപോലെ പൂക്കൾ മാറിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് വിത്തുകളാവാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ബോൾസം വിത്ത് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ പല വെറൈറ്റി കളർ ബോൾസം പ്ലാന്റ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ സീഡ് ഉണ്ടാകുന്നത് എല്ലാ സമയത്തും ഉണ്ടാവാറില്ല. അപ്പോൾ ഈ പൂക്കൾ മാറിയിട്ട് അതെല്ലാം ഇങ്ങനെ സീഡായിട്ട് മാറും ചില സീസണിൽ മാത്രം. ബോൾസം പ്ലാന്റ്സിൻ്റെ സ്റ്റെം നമ്മൾ കട്ട് ചെയ്ത് നടുകയാണെങ്കിൽ ആ ഒരൊറ്റ കളർ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഞാനിതുപോലെ സീഡ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ കളേഴ്സാണ് ഇതെല്ലാം. മാത്രമല്ല സീഡ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പൂക്കൾ നമ്മുടെ പ്ലാന്റിൽ ഉണ്ടാകുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. നമ്മുടെ ചെടിയിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് വിത്തുകൾ വീണിട്ട് പൊടിക്കാറുണ്ട് നിലത്തൊക്കെ. ഇതെല്ലാം നല്ല ഡാർക്ക് റെഡ് കളർ പൂക്കൾ തരുന്ന ബോൾസം പ്ലാന്റ്സ് ആണ്. നമ്മൾ ഈ പ്ലാന്റിൻ്റെ സീഡ് ഇതുപോലെ മണ്ണിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ പ്ലാന്റ്സൊക്കെ നമ്മൾ മാക്സിമം സീഡ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ് എളുപ്പം. ഇത് നടുമ്പോൾ ഇതുപോലെ ഒരുപാട് പുതിയ കളേഴ്സിൽ പ്ലാന്റ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.